നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ ജെരമ്യാ 31:4. കന്യകയായ ഇസ്രായേലേ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. ആമേൻ. ഓരോ പുരുഷനും തൻ്റെ അയൽക്കാരനോട്, ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോട് സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്നും നീ ജനത്തോട് പറയണം. ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി. ഫറവോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി. പുറപ്പാട് 11:2-3 വാക്യം. അനന്തരം അവിടുന്ന് ഇസ്രായേൽ ജനത്തിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ നയിച്ചു. അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല. സങ്കീർത്തനം 105:37. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. 2 കൊറിന്ത്യസ് 8:9. ഈ വചനങ്ങളാൽ കർത്താവിൻ്റെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം, വചനത്തോടൊപ്പം ജീവിക്കാം. വചനം എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മൾ ഈ വചനത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ നയിച്ചു. അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല. കർത്താവിനെ അറിയുന്ന ഒരുവനും കാലിടറത്തില്ല, ഒരുവനും ലജ്ജിക്കത്തില്ല. യേശുവിനെ അറിയുന്ന എല്ലാവരും യേശുവിനിൽ ശക്തി പ്രാപിച്ച് മുന്നേറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മളുടെ കർത്താവ് യേശുവിൻ്റെ കൃപ നമ്മളുടെ എല്ലാവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തരുന്ന എല്ലാ നന്മകളും മറ്റുള്ളവർക്കും കൂടി പങ്കുവച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെല്ലാം ദൈവാത്മാവിൽ നിറയ്ക്കാനായി നമുക്ക് ഒരുങ്ങാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നടത്തിത്തരട്ടെ. അതുമാത്രമല്ല, കർത്താവിൻ്റെ ആത്മാവെല്ലാം നിങ്ങളുടെ ഒപ്പം ഇരിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവിനാൽ നിങ്ങളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ യേശു നമ്മുടെ കൂടെ ജീവിക്കട്ടെ, അതിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, കടബാധ്യതയുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. ജോലി ഉണ്ടായിട്ടും കർത്താവേ, അതികഠിനമായ ജോലിയായിപ്പോയി, അത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്തവരെ സമർപ്പിക്കുന്നു. കർത്താവേ, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാതെ ചികിത്സ ചെയ്ത് സമ്പത്തെല്ലാം നശിച്ച് അങ്ങനെയുള്ള മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ പൊന്നുപിതാവേ, വിശേഷാൽ എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു, എയ്ഡ്സ് രോഗികളെ സമർപ്പിക്കുന്നു, അന്ധരെ സമർപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ സമർപ്പിക്കുന്നു, വഴിയോരത്ത് കിടക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, വഴിയോരത്ത് ആകാശത്തിലെ പറവകളെപ്പോലെ കർത്താവെ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുന്നു. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹ ഭണ്ഡാരത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.